ശ്രീ അനിൽ ആന്റണി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഈ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. എന്താണ് മോദി എത്തുന്നത് തലസ്ഥാനത്തേക്ക്? വലിയ ആവേശത്തിലാണല്ലോ അല്ലെ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എപ്പോഴും ഇവിടെ വരുമ്പം കേരളത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും അദ്ദേഹത്തിന് നല്ല ഗുഡ്വില്ലുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ മലയാളികൾ എന്നും വളരെ ആവേശത്തിലാണ്. എല്ലാവരും മത്സരിക്കുമോ ലോക്സഭാ ഇലക്ഷനിൽ? നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. ഈ ജില്ലയെ സംബന്ധിച്ചും ആ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ആദരണീയനായ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ഇന്ത്യ വികസിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങൾ ഗരീബ്, യുവ, അന്നദാത, നാരി, അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ വനിതകൾ, അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനാണ് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിക്കും NDAക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ജാതിയും മതവും ഒന്നുമില്ല. നമ്മൾ പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ഇപ്രാവശ്യം നമ്മൾ നടത്തും. 1-ലധികം സീറ്റുകൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ദേശീയ തലത്തിൽ 370-ലധികം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും. 400-ലധികം സീറ്റുകൾ NDAക്കും ലഭിക്കും. അത് കേന്ദ്ര നേതൃത്വം പറയേണ്ട കാര്യങ്ങളാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എറണാകുളത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ സാങ്കല്പിക ചോദ്യങ്ങളാണ്. മത്സരിക്കാൻ തയ്യാറാണോ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ്. പാർട്ടി എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല.